ഹമാസ് തടങ്കലിലുള്ള ബന്ദികളെ ശനിയാഴ്ചക്കകം വിട്ടയച്ചില്ലെങ്കിൽ വെടിനിർത്തൽ കരാർ അവസാനിപ്പിച്ച് ഗസയിൽ ആക്രമണം പുനരാരംഭിക്കുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മുന്നറിയിപ്പ്. ഗസയിൽ നിന്ന് പലസ്തീനികളെ ഒഴിപ്പിക്കുന്നതിൽ ജോർദൻ രാജാവ് അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. ഗസ അമേരിക്ക ഏറ്റെടുക്കുമെന്ന നിർദ്ദേശം മയപ്പെടുത്താതെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടരുകയാണ്. വിവരങ്ങളുമായി മധു കൊട്ടാരക്കര ചേരുന്നുണ്ട് അമേരിക്കയിൽ നിന്ന്. മധു, ഗുഡ് മോർണിംഗ് ആൻഡ് ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. അപ്പം മധു, ഈ ഡൊണാൾഡ് ട്രംപിന്റെ ഈ ഒരു പ്രഖ്യാപനം അത് ലോകത്തെ ആകെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. ഗസ ഏറ്റെടുക്കുമെന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. അവിടെയുള്ള പലസ്തീനികൾ ഒഴിഞ്ഞു പോകണം എന്നൊക്കെ പറയുന്നതിൽ എന്താണ് ലോകരാജ്യങ്ങളുടെ പ്രതികരണം? ഒപ്പം തന്നെ ഇപ്പോൾ ജോർദാൻ രാജാവ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു എതിർപ്പ് അറിയിച്ചിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് പ്രവിത, സ്മിത. അതിലും വലിയ ആശങ്കയാണ് ഇപ്പോൾ ഈ നെതന്യാഹുവിന്റെ ഭീഷണി വന്നിരിക്കുന്നത്. ഹമാസ് തടങ്കലിലുള്ള ബന്ദികളെ ശനിയാഴ്ചക്കകം വിട്ടയച്ചിരിക്കണമെന്നാണ് നെതന്യാഹു ഇന്നലെ പറഞ്ഞിരിക്കുന്നത്. വിട്ടയച്ചില്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ വെടിനിർത്തൽ കരാറൊക്കെ അവസാനിപ്പിച്ച് ഗസയിൽ ആക്രമണം പുനരാരംഭിക്കുമെന്നും നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്. ഈ വെടിനിർത്തൽ ധാരണ ലംഘിച്ച് ഇസ്രായേൽ ആക്രമണം നടത്തുന്നതായിട്ടൊക്കെ ആരോപിച്ച് കഴിഞ്ഞ ശനിയാഴ്ച നടക്കേണ്ടിയിരുന്ന ഒരു ബന്ദി കൈമാറ്റം ഉണ്ടായിരുന്നു. അത് ഹമാസ് നീട്ടിവെച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ നെതന്യാഹുവിന്റെ ഈ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. ബന്ദി കൈമാറ്റം നീട്ടിവെച്ചാൽ വീണ്ടും ആക്രമണം ആരംഭിക്കുമെന്നും അതുപോലെ ഹമാസിനെ ഇല്ലാതാക്കും വരെ അത് തുടരുമെന്നാണ് നെതന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ന് വൈറ്റ് ഹൗസിൽ ഓവൽ ഓഫീസിൽ ജോർദൻ രാജാവ് അബ്ദുള്ള രണ്ടാമനുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് മുമ്പ് ബന്ദികളെ വിട്ടയച്ചിരിക്കണമെന്ന ഹമാസിനുള്ള ഭീഷണി ഇന്നലെ ട്രംപ് നടത്തിയത് ഇന്ന് ട്രംപ് വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ്. എന്നാൽ വ്യക്തിപരമായി അവർ അത് ചെയ്യുമെന്ന് കരുതുന്നില്ലെന്നാണ് ട്രംപ് പറയുന്നത്. ഹമാസ് ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ വെടിനിർത്തൽ കരാറുമായിട്ടൊക്കെ ബന്ധമുള്ള അമേരിക്ക വെച്ചിരിക്കുന്ന എല്ലാ ബെറ്റുകളും അവസാനിപ്പിക്കും, ബന്ദികളെ എല്ലാം വിട്ടയക്കണമെന്നാണോ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ശനിയാഴ്ച വിട്ടയക്കാമെന്ന് പറഞ്ഞ ആ 3 പേരുടെ കാര്യമാണോ നെതന്യാഹു ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് ഇപ്പോൾ വ്യക്തമല്ല. നേരത്തെ ഈ പ്രവിത പറഞ്ഞ ഈ ഗസ അമേരിക്ക ഏറ്റെടുക്കണമെന്ന ട്രംപിന്റെ നിലപാട് മയപ്പെടുത്തുവാൻ ഡൊണാൾഡ് ട്രംപ് ഇന്നും തയ്യാറായിട്ടില്ല. ജോർദൻ രാജാവ് അബ്ദുള്ള രണ്ടാമനോടൊപ്പം ട്രംപ് തന്റെ വിശ്വസ്തനായിട്ടുള്ള US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും അടുത്ത് ഇരുത്തിയാണ് ഇത് വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത്. ഗസ മനോഹരമായ ഒരു തീരദേശമാക്കും എന്ന് ട്രംപ് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ഇസ്രായേൽ ഹമാസ് യുദ്ധം മൂലം നശിച്ച ഗസ വൃത്തിയാക്കി ഒരു റിസോർട്ടാക്കി മാറ്റാനുള്ള ഈ ട്രംപിന്റെ പദ്ധതിയെക്കുറിച്ച് എന്നാൽ അബ്ദുള്ളയോട് ഈ വൈറ്റ് ഹൗസിൽ ഉണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകർ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നു. ഒരുപക്ഷെ ഈ ഡൊണാൾഡ് ട്രംപ് ഒക്കെ അടുത്തിരിക്കുന്നതുകൊണ്ടായിരിക്കാം അബ്ദുള്ള രാജാവ് കൃത്യമായിട്ട് ഇതിനൊരു ഉത്തരം നൽകാതെ മാറുകയായിരുന്നു. എന്നാൽ പിന്നീട് സമൂഹ മാധ്യമത്തിൽ ഗസയിൽ നിന്ന് പാലസ്തീനികളെ കുടിയിറക്കാതെയുള്ള പുനർനിർമ്മാണമാണ് അറബ് ലോകം ആഗ്രഹിക്കുന്നതെന്നും അതിനെയാണ് പിന്തുണയ്ക്കുന്നതെന്നും അബ്ദുള്ള രാജാവ് വ്യക്തമാക്കുകയും ഉണ്ടായി. സ്മിത, പ്രവിത. ശരി, മധു കൊട്ടാരക്കരയാണ് വിവരങ്ങൾ നൽകിയത്. മധു പറഞ്ഞതുപോലെ തന്നെ ഈ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലൊരു വീഴ്ചയുണ്ടായാൽ അത് വലിയ രീതിയിലുള്ള പ്രശ്നമുണ്ടാകും. പശ്ചിമേഷ്യ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ആ സംഘർഷങ്ങളൊക്കെ അവസാനിച്ചൊന്ന് സമാധാനമായി വരുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള അശാന്തി വീണ്ടും വരുന്നോ എന്നുള്ള ആശങ്ക. അതെ, പ്രത്യേകിച്ച് തടങ്കലിലുള്ള ബന്ദികളെ ശനിയാഴ്ചക്കകം വിട്ടയക്കണമെന്നുള്ളതാണ് ഹമാസ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ശനിയാഴ്ച വിട്ടയക്കില്ല, നീട്ടിവെക്കും. ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചു എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എന്താകും വരും ദിവസങ്ങളിൽ? വളരെ നിർണായകമാണത്. കാരണം പശ്ചിമേഷ്യ ഇനിയും അശാന്തമാകാൻ പാടില്ല.